വീട്ടിൽ വന്ന് ഞങ്ങളുടെ കൈ പിടിച്ച് നിന്റെ സ്ഥാനാർത്ഥി വരട്ടെ. അവിടുത്തെ ചെറുപ്പക്കാരോട് പറഞ്ഞാണ്, നിന്റെ സ്ഥാനാർത്ഥി ഞങ്ങളുടെ അടുത്ത് വരട്ടെ, ഞങ്ങളുടെ കൈ പിടിക്കട്ടെ, ഞങ്ങളൊന്ന് കാണട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ശോഭയ്ക്ക് എത്തവണ വോട്ട് കൊടുക്കൂ എന്ന് പറയുന്ന അമ്മമാരുള്ള ഒരു പ്രദേശത്ത് 50 വീട് ഞാൻ കയറി എന്നുള്ളതാണ്. നരേന്ദ്രമോദി കേരളത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിന് വന്നിരിക്കുന്നത് പാലക്കാടാണ്. അതുതന്നെയാണ് പാലക്കാടിൻ്റെ പ്രാധാന്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ നിൽക്കുന്നത് ആരാണ്? നമ്മുടെ ശോഭാ സുരേന്ദ്രനാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ശോഭാ സുരേന്ദ്രനാണ്. നമസ്കാരം. അതായത് പാലക്കാട് നമ്മുടെ പ്രധാനമന്ത്രി ഇലക്ഷന് വന്നിരിക്കുകയാണ്. അതായത് കേരളത്തിൽ ആദ്യമായി വരുന്നത് പാലക്കാടാണ്. പാലക്കാടിന് ഇത്രയും പ്രാധാന്യം നൽകുന്നതിന് കാരണം എന്താണ്? ഒന്ന്, പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ 2 തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയ ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 15 വർഷം പാർലമെൻറ്റിൽ പോയ ശ്രീമാൻ NN കൃഷ്ണദാസിനെ ഇടതുപക്ഷത്തെ 3ാം സ്ഥാനത്തേക്ക് പറഞ്ഞയച്ചുകൊണ്ടാണ് BJP അവിടെ 2ാം സ്ഥാനത്ത് വരുന്നത്. അത് BJPയുടെ ആദ്യത്തെ വരവായിരുന്നു. ആ 2016 ശേഷം നീണ്ട 10 വർഷക്കാലം മുന്നോട്ട് പോയി. ഈ 10 വർഷക്കാലത്തിന് ശേഷം ഇന്ന് പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിലാണെങ്കിലും പാലക്കാട് അസംബ്ലിയിലും ഈ പാർട്ടി അങ്ങേയറ്റം വലിയ ഒരു കരുത്തോടു കൂടി നിലനിൽക്കുകയാണ്. 2 മുന്നണികളും പഠിച്ച പണി 18 നോക്കിയിട്ടും പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഭരണം നഷ്ടപ്പെടുത്താൻ വേണ്ടി സാധിച്ചില്ല എന്ന് മാത്രമല്ല, പാലക്കാട് മുനിസിപ്പാലിറ്റി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കാഴ്ച പാലക്കാടിലെ ജനങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഇവിടെ ഈ നാട് വികസിക്കുക എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം, ആ ആഗ്രഹം, അത് പൂർത്തീകരിക്കാൻ വേണ്ടി ഞാനാണ് ഗ്യാരണ്ടി എന്ന് ഇന്നലെ മോദിജി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അവരുടെ പാലക്കാടിലെ ശോഭയെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രവർത്തന മണ്ഡലം വളരെയധികം കരുത്താർജിച്ചു. കാരണം എനിക്ക് തണലായി ഞാൻ പറയുന്ന വികസന പദ്ധതികളിൽ മുഖം ചേർത്ത് കറക്റ്റായി നോക്കിക്കണ്ട് ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് നരേന്ദ്രമോദിയുണ്ട് ഗ്യാരണ്ടി ആയിട്ട് എന്ന് ജനങ്ങളോട് പറയാൻ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ വന്നിട്ടുള്ളത് അങ്ങ് തിരുവനന്തപുരത്ത് മാത്രമല്ല, സംഘടനയുടെ ദൃഷ്ടിയിൽ അദ്ദേഹം പറഞ്ഞല്ലോ, എത്രയോ വർഷം പൊതുപ്രവർത്തനത്തിൽ നിന്ന ഒരു സ്ത്രീ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നത് എപ്പോഴും 33% സംവരണം ഇന്ത്യയിൽ ലോക്സഭയിലും രാജ്യസഭയിലും പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം എത്രയോ വേദികളിൽ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ രക്ഷപ്പെടുമ്പോൾ, അതായത് പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ചേരുമ്പോൾ, ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ, അത് രാഷ്ട്രീയമാകട്ടെ, സാംസ്കാരിക മേഖലയാവട്ടെ, വിദ്യാഭ്യാസ മേഖലയാവട്ടെ, ആ നാട് ശക്തിപ്പെടും എന്നുള്ള അദ്ദേഹത്തിൻ്റെ പോയിന്റിന് കൂടുതൽ അടിവരയിട്ടുകൊണ്ട് അദ്ദേഹം വന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വന്ന ശേഷമുള്ള നമ്മുടെ അനുഭവം എന്താണ്? പാലക്കാടിലെ ജനങ്ങൾക്ക് അതിനുശേഷം, അദ്ദേഹം പോയതിനു ശേഷം ഇന്നലെ ഒരു 6ഓളം സ്ഥലങ്ങളിൽ എനിക്ക് പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ട് പോകാനുണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ മാറ്റിവെച്ച പ്രോഗ്രാംസ് എല്ലാം തന്നെ വൈകിട്ടാണ്. അപ്പോൾ സാധാരണഗതിയിൽ പാർട്ടിയുടെ പ്രവർത്തകന്മാർ വളരെയധികം കരുത്താർജിച്ചു. കാരണം അവർക്കൊക്കെ വല്ലാത്ത ഒരു ഊർജവും, ഞാൻ ഉൾപ്പെടെ ഇവിടെ ഈ തീ ചൂടിൽ, അതായത് ഉച്ചയെന്നോ അല്ലെങ്കിൽ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ഏതാണ്ട് ഇന്നലെയൊക്കെ ഞങ്ങൾ ഉറങ്ങാൻ പോയിട്ടുള്ളത് 2 മണി സമയത്താണ്. അപ്പോൾ ഫീൽഡിൽ പണങ്ങുകയാണ് ആളുകൾ. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ വരാൻ 1.5 മണിക്കൂർ വൈകി. ഈ 1.5 മണിക്കൂർ വൈകാൻ കാരണം മാത്തൂരിലെ 2 SC കോളനികളിൽ അമ്മമാർ എന്നെ കാത്തിരുന്നു. അവർ BJPക്കാരല്ല, കാലാകാലമായി മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന അമ്മമാർ പറയുകയാണ്, ശോഭ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ, വീട്ടിൽ വന്ന് ഞങ്ങളുടെ കൈ പിടിച്ച് നിന്റെ സ്ഥാനാർത്ഥി വരട്ടെ. അവിടുത്തെ ചെറുപ്പക്കാരോട് പറഞ്ഞാണ്, നിന്റെ സ്ഥാനാർത്ഥി ഞങ്ങളുടെ അടുത്ത് വരട്ടെ, ഞങ്ങളുടെ കൈ പിടിക്കട്ടെ, ഞങ്ങളൊന്ന് കാണട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ശോഭയ്ക്ക് എത്തവണ വോട്ട് കൊടുക്കൂ എന്ന് പറയുന്ന അമ്മമാരുള്ള ഒരു പ്രദേശത്ത് 50 വീട് ഞാൻ കയറി എന്നുള്ളതാണ്. വീടുകൾ കയറാനായിട്ട് ഇതൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ലല്ലോ, ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം ആളുകൾ സ്ഥാനാർത്ഥിയെ കാണണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ സിനിമാ നടിയല്ലല്ലോ. അതായത് ഒരു പച്ചക്കറി കടയിൽ പോയാലോ, ഒരു തുണിക്കടയിൽ പോയാലോ, അതല്ലെങ്കിൽ അമ്മമാർക്കിടയിൽ പോയാലോ, ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികൾ, ഇന്നലെ അവർ പറഞ്ഞത് എന്താണ്, പാലക്കാടിലെ ഞങ്ങളുടെ ശോഭ ചേച്ചിക്ക് വേണ്ടി ഒരു സംഗീത വിരുന്ന് ഒരുക്കണം. BJPക്കാർ മാത്രമല്ല. അപ്പോൾ ആ സംഗീത വിരുന്ന് ഒരുക്കിയാൽ മാത്രം പോരാ, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന അവരമ്മയെ പോലെ കാണുന്ന എന്നെ, അമ്മ ബുള്ളറ്റിൻ്റെ മുകളിൽ ഇരിക്കണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ബുള്ളറ്റിൻ്റെ മുകളിൽ എന്നെ ഇരുത്തി എനിക്കൊരു ചായയും വാങ്ങി തന്ന് അവർ ഓപ്പോസിറ്റ് ഇരുന്ന് ഒരാൾക്ക് ഗിറ്റാർ വായിക്കണം.
അത് അവരുടെ സ്വപ്നമാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ ഞങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോൾ ഒരു ജെൻസി മാനിഫെസ്റ്റോ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നലെ തുടങ്ങിയിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം ഫുട്ബോൾ ഗ്രൗണ്ടിലായിരുന്നു. ഗ്രൗണ്ടില്ല, ആറാൻ്റെ പറമ്പ്, അത് വെട്ടി വൃത്തിയാക്കിയിട്ട് അവിടെയാണ് ദിവസങ്ങൾ നീണ്ടു നിന്ന ഫുട്ബോൾ കളിയുണ്ടായത്. ഏറ്റവും വലിയ ട്രോഫി ഞാനാണ് അവരുടെ കൈകളിലേക്ക് കൊടുത്തത്. ഞാൻ അവിടെ ഒരു വാക്ക് കൊടുത്തു അവരോട്. കാരണം 300 കോടിയുടെ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം അത് പാലക്കാട് കൊണ്ടുവരുമെന്നും അതിന് വേണ്ടി വന്നാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് സഹായിക്കുമെന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി വരെ കൈപിടിച്ച് ശോഭയ്ക്ക് താങ്ങായി തണലായി ഞങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പാലക്കാട് മാറുമ്പോൾ ആൺകുട്ടികൾക്കും ഒക്കെ പ്രതീക്ഷ കൂടുകയാണ്. അങ്ങനെ എന്നെ ആ ബുള്ളറ്റിൻ്റെ മുകളിലിരുത്തി അവരുടേതായിട്ടുള്ള കലാഭവൻ മണിയുടെ പാട്ടുകൾ പാടി. അപ്പം ഞാൻ പറഞ്ഞു, ഒരു പാട്ട്, ഒരു സിനിമാ പാട്ട് അവർ പാടിയത് ഒരു കാമുകൻ കാമുകിയോട് പാടുന്ന ഒരു പാട്ടാണ്. അപ്പം ഞാൻ ചെല്ലുന്ന സമയത്ത് ആ പാട്ട് അവർ പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ മക്കളല്ലേ, അപ്പം ഞാൻ അമ്മയല്ലേ, അപ്പോൾ അമ്മയ്ക്ക് പറ്റിയ ഒരു പാട്ട് അത് പാടിയാലേ ഇത് കാണുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഒരു ഘടന മനസ്സിലാവുള്ളൂ. അപ്പോൾ അവർക്കത് മനസ്സിലായി. ഉടൻ തന്നെ അവർ അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്ന് പറയുന്ന ഒരു പാട്ടിലേക്ക് അവർ കടന്നു. അവസാനം ഞാൻ ചോദിച്ചു, നമുക്ക് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തണ്ടേ, ഈ നാടിനെ മുന്നോട്ട് നയിക്കണ്ടേ? അപ്പോൾ പാട്ട് നമ്മുടെ നാടിനോട് സ്നേഹമുള്ള ഒരു ഗണഗീതം പാടിയാൽ എന്താണ്? പിന്നീട് അവർ വളരെ എന്താ പറയുക, അവരെല്ലാം തന്നെ ഹൃദയം ചേർത്ത് വയ്ക്കുന്ന രീതിയിൽ നമ്മളെ സ്വീകരിക്കുന്നു. ഈ കാഴ്ചകളെല്ലാം കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വികസനമില്ലാത്ത പാലക്കാട്. അവർ സുവർണ കോറിഡോറിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ഈ പാലക്കാടിനെ കോയമ്പത്തൂരുമായി തമിഴ്നാടുമായി കണക്ട് ചെയ്യുമ്പോൾ ആ സുവർണ കോറിഡോറിൽ IT പാർക്കുകൾ വരണമെങ്കിൽ, അതിനിടയിൽ ടെക്സ്റ്റൈൽ പാർക്കുകൾ വരണമെങ്കിൽ, ഇവിടെ തന്നെ വലിയ മൂവ്മെൻറ്റുകൾ ഉണ്ടാകണമെങ്കിൽ, സ്റ്റാർട്ടപ്പിൻ്റെയും സ്റ്റാൻഡപ്പിൻ്റെയും മേക്ക് ഇൻ ഇന്ത്യയും ഉണ്ടാകണമെങ്കിൽ, ഇവിടെ മോദി ഹൃദയം ചേർത്ത് വെക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഒരാൾ ഇവിടെ നിന്ന് ജയിച്ച് MLA ആയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉറപ്പുണ്ട് 5 കോടിയുടെ വികസന പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിയമസഭയിൽ പോകുന്നത്. എൻ്റെ സുഹൃത്തും എനിക്ക് വഴികാട്ടിയുമായിട്ടുള്ള കർണാടകയിൽ നിന്ന് വളർന്നു വന്ന ശോഭാ കരന്തലേജെ കഴിഞ്ഞ 3 ദിവസം എനിക്ക് വേണ്ടി ഈ മാത്തൂരിലെ, കണ്ണാടിയിലെ, പിരായിരിയിലെയൊക്കെ പാടശേഖര സമിതിക്കാർ കൊടുത്ത നിവേദനങ്ങൾ പരിശോധിക്കാൻ എൻ്റെ അരികിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കതൊരു വലിയ അഭിമാനമല്ലേ. കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കർണാടകയിൽ നിന്ന് ശോഭാ കരന്തലാജയും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വാനതിയല്ല തമിളിസയും കേരളത്തിൽ നിന്ന് ശോഭയും ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഉണ്ടായിട്ടുള്ള സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, അതെല്ലാം അവരുടെ ഒരു കരുതലും തലോടലും എൻ്റെ നിയോജക മണ്ഡലത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗപ്പെടുത്തുമ്പോൾ എനിക്ക് ശക്തി കൂടുകയാണ്. എനിക്ക് അറിയാം, ഞാനൊരു കാര്യം കണ്ണാടിയിലെ കർഷകന്മാർക്ക് വേണ്ടി തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കി തരാനും ആ നിവേദനം പരിശോധിക്കാനും മനസ്സിലാക്കാനും ഈ പാലക്കാട് നിന്നുള്ള MLA നിയമസഭയിൽ ഈ വിഷയം വെക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന് റിസൾട്ട് ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ബോധ്യം എനിക്ക് മാത്രമല്ല നാട്ടിലെ ജനങ്ങൾക്കുമുണ്ട് എന്നുള്ളതാണ്. അതായത് പ്രധാനമന്ത്രി നേരിട്ട് വന്നു. ആദ്യമായി കേരളത്തിൽ BJD പ്രചരണം ഇവിടെയാണ് വന്നിരിക്കുന്നത്. രണ്ടാമത് മുഖ്യമന്ത്രി, അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രി വന്നിട്ടാണ് ശോഭാ സുരേന്ദ്രനെ കൈപിടിച്ച് ആദ്യം തന്നെ നോമിനേഷൻ കൊടുക്കാൻ കൊണ്ടുപോയത്. അത്രയും പ്രാധാന്യം നാഷണൽ ലെവലിൽ ശോഭാ സുരേന്ദ്രന് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും അംഗീകാരം ഇത്രയും കാലം ഉണ്ടായിട്ടും ശോഭാ സുരേന്ദ്രൻ തരാതെ ഓരോ സ്ഥലം തട്ടി കളിക്കുകയായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് 40,000 വോട്ട് നേടി കേരളത്തിൽ BJPക്ക് അടിത്തറ പാകിയ പാലക്കാട് തന്നെ നമ്മളെ വീണ്ടും കൊണ്ടുവരാൻ കാരണം എന്താണ്? ഒന്ന്, പ്രസ്ഥാനം എപ്പോഴും നോക്കുന്നത് ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ദേശീയ ലീഡർഷിപ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ അമിത്ഷാജിയുടെ കൂടെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലിരുന്നു. നദ്ദാജിയോടൊപ്പം പ്രവർത്തിച്ചു നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ. രാജ്നാഥ് സിംഗ് ജിയാണ് ആദ്യമായിട്ട് സൗത്ത് ഇന്ത്യയിൽ നിന്ന് 2 സ്ത്രീകളെ സെലക്ട് ചെയ്തപ്പോൾ കേരളത്തിൽ നിന്നും ശോഭ വരട്ടെ എന്ന തീരുമാനമെടുത്തത്. ആ നീണ്ട വർഷങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സുമായിട്ട് നമുക്ക് പരിചയമുണ്ട്, ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മഹിളാ സമന്വയ സമിതി എന്ന് പറയുന്ന ഒരു വലിയ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. 12 സ്ത്രീകളിൽ ഒരാളായിട്ടാണ് എടുത്തിട്ടുള്ളത്. ആന്ധ്ര സംസ്ഥാനത്തിൻ്റെയും തെലങ്കാന സംസ്ഥാനത്തിൻ്റെയും ചാർജുണ്ട്. അപ്പോൾ ഭാഗ്യവശാൽ ഇവിടെയെല്ലാം ഉള്ളവർ വലിയ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ജൂനിയേഴ്സായിട്ട് ആ കമ്മിറ്റിയിൽ ഓരോ സംസ്ഥാനത്തു നിന്നും വരുന്നത് അവിടുത്തെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിമാരുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ 12 പേരിൽ ഒരാളായി ഈ 12 പേര് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഞങ്ങളുടെ ജൂനിയേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത്, ഞാൻ ഇതുവരെ MLA ആയിട്ട് ജയിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ കൂടെ ഞങ്ങളുടെ ഘടകത്തിൻ്റെ താഴെ പ്രവർത്തിക്കുന്നവർ അത്രയും മന്ത്രിമാരായിട്ടുള്ള ആളുകളാണ്. അപ്പം ഇങ്ങനെ നമുക്ക് ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളത് ഉപയോഗപ്പെടുത്തിയിട്ട് അത് എന്താ പറയുക, പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ പറയണ പോലെ അത് ഉപയോഗപ്പെടുത്തി പറഞ്ഞു നടക്കുകയോ അത് ഫ്ലക്സ് ബോർഡ് വെക്കുകയോ ഈ ചെയ്യുന്ന പാരമ്പര്യമൊന്നും എനിക്കില്ല. ഞാൻ നീണ്ട എത്രയോ വർഷങ്ങളായിട്ട് 2 പതിറ്റാണ്ടിലധികം എന്നെ മോദിജിക്ക് നേരിട്ടറിയാം.
അപ്പോൾ മോദിജി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, വൈബ്രന്റ് ഗുജറാത്ത് അവിടെ നടക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ആ വൈബ്രന്റ് ഗുജറാത്തിലേക്ക് ജയിച്ച ജനപ്രതിനിധികൾ ഏത് പാർട്ടിക്കാരോ ആവട്ടെ എന്നാണ് പറഞ്ഞത്. BJP-ക്കാർക്കും പോകാം, മറ്റു പാർട്ടിക്കാർക്കും പോകാം. ഏതാണ്ട് ഒരു 14ഓളം 2 പാർട്ടിയിലെയും ആളുകൾ, ഫോട്ടോയിലൊന്നും അവർ നിന്നില്ല, പക്ഷേ 2 പാർട്ടിയിലെയും ആളുകളെ 6ഉം 8ഉം എന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ. അത് 14ആണോ അത് എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. അവരെയും BJP-യുടെ 55ഓളം 60ഓളം മെമ്പർമാരെയും കൊണ്ട് വൈബ്രന്റ് ഗുജറാത്തിലേക്ക് എന്നെ ക്ഷണിക്കുകയുണ്ടായി. ഞാൻ പോയിരുന്നു, അവിടെ ചെന്നു. ആ സമയത്ത് എല്ലാവരെയും നിർത്തിക്കൊണ്ട് BJP-ക്കാരാണ് കൂടെ നിന്നത്, ബാക്കിയുള്ളവർ ആ സമയത്ത് ഫോട്ടോയുടെ സമയത്ത് മാറി നിൽക്കുകയാണ് ചെയ്തത്. കാരണം അവരെ ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വേലിക്കെട്ടിനകത്ത് തളച്ചിരിക്കുകയാണ്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് മോദിജി ഇറങ്ങി വരുന്ന സമയത്ത് ഞങ്ങളെ സ്നേഹത്തോടുകൂടി വിളിക്കുന്നു, എല്ലാവരെയും അരികിൽ നിർത്തി ഫോട്ടോ എടുപ്പിക്കുന്നു. അന്ന് മുതൽ ശോഭ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നാഷണൽ ലീഡർഷിപ്പിന് അറിയാം. അപ്പോൾ എൻ്റെ കടമ അത് വർദ്ധിക്കുകയാണ്. കാരണം നേരത്തെ ചോദിച്ചല്ലോ, ഓരോ സ്ഥലത്തും നിർത്തുന്നു, ഒരു സ്ഥലത്ത് നിർത്തുന്നില്ല എന്ന് പറയുമ്പോൾ ആ സ്ഥലത്തെല്ലാം BJP വിജയിക്കുകയാണ്. ശോഭ പരാജയപ്പെടുന്നു, ശരിയാണ്, പക്ഷേ BJP ജയിക്കുകയും വ്യക്തിപരമായിട്ട് ഞാൻ പരാജയപ്പെടുന്നതിൽ എന്താ ദുഃഖമുള്ളത്? കാരണം BJP പറയുന്നത് വ്യക്തി അവസാനമാണ് എന്നാണ്. സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് വ്യക്തി സമൂഹത്തിലേക്ക് പടരുക, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഒരു വിളക്ക് കത്തുന്നത് പോലെ പ്രശോഭിക്കുക. എന്നാൽ വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ശോഭയുടെ വിജയം അത് പ്രസ്ഥാനം തീരുമാനിച്ചിട്ടുണ്ടാവും. ആ തീരുമാനിച്ച സമയമാണ് ഈ പാലക്കാട്. കാരണം ഞാൻ B+ മത്സരിച്ചു, C+ മത്സരിച്ചു, ഒരു A+ മണ്ഡലം. എൻ്റെ ഇത് 10ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 9 തെരഞ്ഞെടുപ്പുകളിലും 9 തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ മത്സരിച്ചത് B ക്ലാസോ C ക്ലാസോ മണ്ഡലത്തിലാണ്. ഇത്തവണ ഒരു A ക്ലാസ് മണ്ഡലത്തിൽ ശോഭ പോയാൽ മതി എന്നവർ തീരുമാനിച്ചത് ഞാൻ മാത്രമല്ല, പല ആളുകളും അങ്ങനെ A ക്ലാസ് മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. കാരണം കേരളം പാകമാവാൻ തുടങ്ങിയിരിക്കുന്നു. BJP നേതൃത്വം നൽകുന്ന NDAക്ക് കേരളത്തിൻ്റെ ഭരണകൂടത്തിലേക്ക് നടന്നു നീങ്ങാനുള്ള സമയമായിരിക്കുന്നുവെന്നുള്ള ആ എൻ്റെ ഒരു പോയിന്റിന് വളരെ വലിയ സന്തോഷവും അതിന് അംഗീകാരം കിട്ടിയതുപോലെയാണ് മോദിജി ഇന്നലെ പ്രസംഗിച്ചിട്ടുള്ളത്. അതായത് നാളത്തെ ഭാവി മുഖ്യമന്ത്രി എന്നുള്ള പ്രതീക്ഷയിലാണ് BJP നേതൃത്വമടക്കം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അർത്ഥം. അല്ല, ഭാവി മുഖ്യമന്ത്രി ശോഭ എന്നുള്ളതല്ല, BJPക്ക് ഭാവി മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും ആ ഭാവി മുഖ്യമന്ത്രിയുടെ ഒരു ടീം, ആ ടീം കേരളത്തിൽ പാകപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് BJPയുടെ ടീമിനെ കുറിച്ചുള്ള ഒരു സൂചന മോദിജി നൽകിയത്. മോദിജിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു. മോദിജി വരുന്നത് വാരണാസിയിൽ നിന്നാണെങ്കിലും അത് കാശി വിശ്വനാഥന്റെ സ്ഥലമാണെന്നും അദ്ദേഹം പറയുന്നതിനെല്ലാം തന്നെ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള മീനിങ്ങുകളുണ്ട്. ആ കാശി വിശ്വനാഥനുമായിട്ട് ബന്ധമുള്ള സ്ഥലമാണ് കൽപ്പാത്തി എന്നുകൂടി അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിക്കേണ്ടായി. എന്താ അതിനർത്ഥം? കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ്. അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് അഗ്രഹാരങ്ങൾ നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ കൽപ്പാത്തിയിലെ പ്രത്യേകമായിട്ടുള്ള സഹോദരി സഹോദരന്മാരോട് അദ്ദേഹം പറയുകയാണ്, പുണ്യസ്ഥലങ്ങൾ തേടിക്കൊണ്ട് ഇവിടെ നിന്ന് തീർത്ഥാടനത്തിന് വേണ്ടി പോകുമ്പോൾ ഇവിടെ തന്നെ നമ്മുടെ കാശിക്ക് തുല്യമായിട്ടുള്ള, കാശിക്ക് പാതിയായിട്ടുള്ള കൽപ്പാത്തിയെ പ്രൗഢമാക്കണം എന്നാണെങ്കിലോ അദ്ദേഹം ഉദ്ദേശിച്ചത്. പാലക്കാടിനെ കുറിച്ച് പറയുമ്പോൾ അതും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം.